പാഠം 813. ഒരു ജനപ്രിയന്റെ കഥ. മോനട്ടാ, ഞാൻ ആ ശേഖരൻകുട്ടിയുടെ കാര്യം പറഞ്ഞ എന്തായി? ഏത് ശേഖരൻകുട്ടി? എന്ത് കാര്യം? മറന്നുപോയോ? പുഷ്പലതയുടെ ഏട്ട ശേഖരൻകുട്ടിയുടെ വരുമാന സർട്ടിഫിക്കറ്റ് കാര്യം ഞാൻ മോനോട്ടോട് പറഞ്ഞിരുന്നില്ലേ? ശേഖരൻകുട്ടിക്ക് അത് കിട്ടിയിട്ട് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. ഇന്നലെ അത് കൊടുക്കാന്നല്ലേ മോനോട്ട് എന്നോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അതെന്തായി എന്നാണ് ഞാൻ ചോദിച്ചത്. അത് എന്തായി എന്ന് ശേഖരൻകുട്ടിയെയോ പുഷ്പലതയെയോ വിളിച്ചു ചോദിക്കുന്നതായിരുന്നില്ലേ കൂടുതൽ നല്ലത്? ശേഖരൻകുട്ടി നിന്നെ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ തന്നെ നിനക്കത് എന്നോട് പറയാമായിരുന്നെങ്കിൽ ശേഖരൻകുട്ടിയെ വിളിച്ച് എന്താ ശേഖരൻകുട്ടി എന്ന് നിനക്ക് ചോദിക്കാമായിരുന്നല്ലോ. ശേഖരൻകുട്ടിയെ വിളിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയോ എന്ന് ചോദിക്കുന്നതിനെക്കാട്ടിലും എളുപ്പമല്ലേ മോഹനേട്ടനോട് സർട്ടിഫിക്കറ്റ് കൊടുത്തോ എന്ന് ചോദിക്കുന്നത്? ഇതൊരു വീടല്ലേ? ഞാൻ മോഹനേട്ടന്റെ ഭാര്യയ്ക്ക് ഒരു കാര്യം അറിയാൻ ഭർത്താവിനോട് ചോദിക്കുന്നതല്ലേ എളുപ്പം? ഭാര്യ ചോദിച്ചത് കുടുംബകാര്യമല്ലാത്തത് കൊണ്ട് അതിന് മറുപടി പറയാൻ ഭർത്താവ് ബാധ്യസ്ഥനല്ല. ഒരു ദിവസം വില്ലേജ് ഓഫീസിൽ നിന്ന് 100 കണക്കിന് സർട്ടിഫിക്കറ്റുകളാണ് എഴുതി കൊടുക്കുന്നത്. അതിന്റെ വിവരങ്ങൾ ഇവിടെ വന്ന് നിന്നോട് പറയേണ്ട കാര്യവും എനിക്കില്ല. നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ ശേഖരൻകുട്ടിയെ തന്നെ വിളിച്ച് ചോദിച്ചോളൂ. ഇത് എന്തൊരു മനുഷ്യനാണ്! ഹലോ, മോഹനകൃഷ്ണനല്ലേ? അതെ, കെ മോഹനകൃഷ്ണനാണ്. ഞാൻ കേശവൻകുട്ടി. ഏത് കേശവൻകുട്ടി? ഏതൊക്കെ കേശവൻകുട്ടിയെ നിനക്കറിയാം? ഞാൻ സത്യഭാമയുടെ അമ്മാവനാ. കേശവൻകുട്ടി അമ്മാവനോ? ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്താ കണ്ടമ്മ വിശേഷങ്ങൾ? എവിടെന്നാ വിളിക്കുന്നേ? ഞാനിപ്പോ ടൗണിലുണ്ട്. പാർട്ടിയുടെ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാ. രാവിലെ കുറച്ച് സമയമുള്ളതുകൊണ്ട് നിന്നെ സത്യഭാമയെ ഒന്ന് വന്ന് കാണാമെന്ന് കരുതി. എന്തിനാ? അതൊക്കെ ഉണ്ട്. നീ എത്ര മണിക്ക് ആഫീസിൽ പോന്നെ? കൃത്യം 9:38. ഓ, എന്തൊരു കൃത്യനിഷ്ഠ! വേറെ ജോലിയൊന്നും ഇല്ലാത്തവർക്ക് കൃത്യനിഷ്ഠ ആകാമല്ലോ. ഞാനേ 1/2 മണിക്കൂറിനുള്ളിൽ അങ്ങോട്ട് വരും. എന്താ? ആണോ? പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലെ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയാ പോരെ? ഓ മതി. അവിടെ നിങ്ങോട്ട് 3.5 കിലോമീറ്ററേ ഉള്ളൂ. നടന്നാ 30 മിനിറ്റ്. ഓ, എന്തിനാ നടക്കുന്നത്? ഒരു ഓട്ടോ വിളിക്കാനുള്ള കാശൊക്കെ എന്റെ കയ്യിൽ ഉണ്ടാവുമേ. നിന്നെപ്പോലൊരു പിശുക്കനല്ല ഞാൻ. അപ്പൊ ശരി. ആരായിരുന്നു മോനോട്ട്? അവിടെ വന്നിട്ടുണ്ട്. നിന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അങ്ങേരുടെ ഈ വൃത്തികെട്ട ഭർത്താവിനെ എനിക്ക് തീരെ ഇഷ്ടമല്ല. സംസാരം കേട്ട മുഖ്യമന്ത്രിയാണെന്ന് തോന്നുന്നു. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, അത്രയല്ലേ ഉള്ളൂ. വരണം. മനുഷ്യരൊക്കെ ആകുമ്പോ അസൂയ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ ഇത്രയ്ക്ക് അസൂയ ഉണ്ടാവാൻ പാടില്ല. കേശവൻകുട്ടി അമ്മാവൻ പഞ്ചായത്ത് പ്രസിഡന്റായ അന്നു മുതലേ മോഹനേട്ടൻ അമ്മാവനെ കുറ്റം പറയാൻ തുടങ്ങിയതല്ലേ? എന്റെ മോഹനേട്ട, നമ്മുടെ നാട്ടിലെ പ്രോട്ടോകോൾ അനുസരിച്ച് എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും വില്ലേജ് ഓഫീസറെക്കാട്ടിലും വലിയ ആള് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാ. പഞ്ചായത്ത് പ്രസിഡന്റ് വലിയ ആളാണെന്നൊക്കെ സമ്മതിച്ചു. പക്ഷെ നിന്റെ അമ്മാവൻ വളരെ മോശപ്പെട്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് മോഹനേട്ടൻ അങ്ങ് പറഞ്ഞാ പോരല്ലോ മോഹനേട്ടാ. എന്റെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അമ്മാവൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ദൈവത്തെ പോലെയാണ്, ദൈവത്തെ പോലെ. എന്തൊരു ബഹുമാനത്തോടെയാണ് ആളുകൾ അമ്മാവനെ പറ്റി സംസാരിക്കുന്നത് അറിയാമോ? എന്നെ പറ്റിയും ആളുകൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഈ നാട്ടുകാർക്ക് മുഴുവൻ കെ മോഹനകൃഷ്ണൻ സാർ എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ വലിയ ആളാണ്. വില്ലേജ് ഓഫീസിൽ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ വരുന്നവർ ആ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും അങ്ങനെ പറയുന്നത് ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല. നീ ഏകാന്തല്ല, നീ പുറത്തിറങ്ങി അന്വേഷിച്ചു നോക്ക്. അന്വേഷിക്കാൻ മാത്രം എന്തിരിക്കുന്നു മോനട്ടാ? അന്വേഷിച്ച തന്നെ ആളുകൾ പറയാൻ പോകുന്നത് എന്തായിരിക്കും അറിയോ? എടുത്തുചാട്ടക്കാരൻ, മുൻകോപി, അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത പിശുക്കൻ എന്നൊക്കെ ആയിരിക്കില്ലേ? അല്ലാതെ ആത്മാർത്ഥമായിട്ട് നല്ലത് പറയുന്ന ഒരാളെങ്കിലും മോനോട് എനിക്കൊന്ന് കാണിച്ചു തരാമോ? അപ്പൊ ഞാൻ വിശ്വസിക്കാം.
കേശവൻകുട്ടി അമ്മാവൻ വരുമ്പോ വെറുതെ വഴക്കിന് നിൽക്കരുത്. അമ്മാവൻ ചിലപ്പോ മോഹനേട്ടനെ പറ്റി എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞ് നിരിക്കും. അതൊക്കെ ക്ഷമിച്ചേക്കണം. ഇവിടെ വന്ന് എന്നെ കളിയാക്കി വല്ലതും പറഞ്ഞാൽ അമ്മാവനാണ് ഞാൻ നോക്കില്ല. ആരുടെ അമ്മാവന്റെ പരിഹാസം കണ്ട ഗതി കടന്നും കെ മോഹൻ സാറിനില്ല. ശിശുപാലൻ ചേട്ടനില്ലേ? ഉണ്ട്. എന്താ കാര്യം? ഓഫീസുകാരിയൊന്നുമല്ല. ശിശുപാലൻ ചേട്ടനെ പേഴ്സണലായിട്ടൊന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. പ്രസാദോ, നീ എന്താ താമസിച്ചേ? രാവിലെ വരുമെന്നല്ലേ പറഞ്ഞത്? ടൗണിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. പോയിട്ട് വന്നപ്പോ വൈകി. എത്ര രൂപ എന്താ പറഞ്ഞേ? 120 രൂപ. 120 രൂപയോ? കുറച്ച് ഓറഞ്ച് വാങ്ങിച്ചതിന് അത്രയും പൈസ വേണോ പ്രസാദേ? ഇത്തിരി ഒന്നും അല്ലല്ലോ ശിശുപാലൻ ചേട്ടാ. 2 കിലോ ഓറഞ്ച് വാങ്ങി. ശരി ശരി, ഏതായാലും നീ ഒരു നല്ല കാര്യത്തിന് സഹായിച്ചല്ലേ. എന്നാ ഞാൻ പറഞ്ഞു ചേട്ടാ. ശരി. ഓ ശരി. ഇതെന്താ ശിശുപാലൻ ചേട്ടാ പതിവില്ലാതെ ഓറഞ്ചൊക്കെ വാങ്ങിക്കുന്നേ? എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. അതൊക്കെ ഒരു നമ്പർ അല്ലേ കാഞ്ചന സാറേ. കുടുംബത്തിൽ ഒരു വില ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചില നമ്പറുകളൊക്കെ കാണിക്കണം. ഓറഞ്ച് വാങ്ങിയ കുടുംബത്തിൽ വിലയുണ്ടോ? ഓറഞ്ച് വാങ്ങിയത് ഞാനല്ലല്ലോ, എന്റെ അളിയനാ, കെട്ടിയുള്ള മൂത്താങ്ങളാ. ഇന്നലെ സദാശിവം വീട്ടിൽ വന്നിരുന്നു. അവന്റെ ഏതോ പരിചയക്കാരൻ സുഖമില്ലാതെ കിടക്കുകയാണ്. അവനെ കാണാൻ പോകുന്ന വഴിക്കാ വീട്ടിൽ കയറിയേ. ഈ അളിയൻ എന്ന് പറഞ്ഞ ആളിന് എന്നെ തീരെ വിലയില്ല. ഞാനൊരു പാവം ക്ലാസ് പറല്ലേ, വർത്താനം പറയുമ്പോഴൊക്കെ പുച്ഛ. കെട്ടിയുള്ള ആങ്ങളല്ലേ, ഞാനതങ്ങ് ക്ഷമിക്കും. എത്രയോ പ്രാവശ്യം ക്ഷമിച്ചേക്കിന്. ഇന്നലെ വീട്ടിൽ വന്നിട്ട് ഇറങ്ങാൻ നേരം സദാശിവൻ എന്നോടൊരു ചോദ്യം, നല്ല ആറഞ്ച് എവിടെ കിട്ടും അളിയാന്ന്. ഇപ്പൊ വന്നിട്ട് പ്രസാദിനെ പഞ്ചായത്ത് ഓഫീസിനടുത്ത് ഒരു പഴക്കടയുണ്ട്. ഞാൻ അളിയനോട് പറഞ്ഞു ആ കടയിൽ ചെന്ന് വാങ്ങിക്കോളാൻ, അവിടെ എല്ലാ പഴങ്ങളും ഉണ്ടല്ലോ. എന്നിട്ട് പ്രസാദിന് ഫോൺ ചെയ്ത് കാര്യം പറഞ്ഞു. ആഫീസിൽ ക്ലാസ് 4 ആണെങ്കിലും നാട്ടിൽ എനിക്കൊരു വിലയുണ്ടെന്ന് വരുത്താനുള്ള ഒരു അവസരമാണല്ലോ. ഞാൻ പറഞ്ഞു കൊടുത്തത് മുഴുവനും പ്രസാദ് അതുപോലെ അനുസരിച്ചു. സദാശിവൻ ഓറഞ്ച് ആവശ്യപ്പെട്ടപ്പോ പ്രസാദ് ഒരൊറ്റ ചോദ്യ, അയ്യോ ശിശുപാലൻ സാറിന്റെ അളിയനല്ലേ? പിന്നെ അവൻ പറയാൻ ബാക്കി ഒന്നുമില്ല. ഞാനൊരു ഭയങ്കര സംഭവമാണ്. ഞാൻ അവനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാനില്ലെങ്കിൽ ഈ നാട്ടിൽ ഒന്നും നടക്കില്ല. എന്നെ കണ്ടുപിടിച്ചില്ലെങ്കിൽ വില്ലേജ് ഓഫീസ് പൂട്ടിയേനെന്ന്. ഒടുവിൽ ഓറഞ്ച് തൂക്കി കൊടുത്തിട്ട് പൈസ എത്രാന്ന് ചോദിച്ചപ്പോ ശിശുപാലൻ സാറിന്റെ അളിയന്റെ എങ്ങനെ പൈസ വാങ്ങും എന്നൂടെ ചോദിച്ച പാടെ ദേ കിടക്കുന്നു അളിയൻ. ഇന്നലെ രാത്രി ഫോൺ ചെയ്ത് അളിയൻ പറയാ, ശിശുപാലൻ ഒരു സംഭവം തന്നെ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എന്ന്. എങ്ങനെയുണ്ട്? എന്തായാലും ശിശുപാലൻ ചേട്ടാ ആള് കൊള്ളാലോ. ഇങ്ങനൊരു അടവ് ആദ്യമായിട്ടായിരിക്കും. ഭാര്യയുടെ ബന്ധുക്കളുടെ മുമ്പേ വിലയില്ലാതായ പിന്നെ ജീവിക്കാൻ വലിയ പാടാ പ്രൊഫസറെ. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു നാടകം കളിച്ച്. ആകെ ചെലവെത്ര? 120 രൂപ. ഇനിയുള്ള കാലം മുഴുവനും അളിയൻ എന്നോട് ഭയങ്കര ബഹുമാനമായിരിക്കും. നാട്ടുകാരുടെ മുഴുവൻ കണ്ണിലുണ്ണിയല്ലേ ഞാൻ. ശിശുപാലൻ കളിച്ചതുപോലൊരു കളി കളിച്ചു നോക്കിയാലോ? വക്കീലേ, കൃത്യസമയത്ത് ഉത്തമനെത്തി. നമസ്കാരം വക്കീലേ. പിന്നെ പുരുഷോത്തമന്റെ കേസിന്റെ കടലാസുമായിട്ട് വന്നതാണ്. വക്കീൽ ഓഫീസിലോട് കൊണ്ടുതരാന്നാണ് വിചാരിച്ചത്. പക്ഷേ 10 മണിയാകുമ്പോ ഗോപാലൻകുട്ടി ചേട്ടന്റെ കൂടെ ഒരു സ്ഥലം വരെ പോണം. അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതെന്തായാലും നന്നായി. ഞാനിത് കിട്ടാനായിട്ട് നോക്കിയിരിക്കായിരുന്നു. സാറില്ലേ വക്കീലേ? സാറ് മുഖം വീർപ്പിച്ച് അവിടെ ഇരിപ്പുണ്ട്. ഉത്തമൻ എന്റെ കേശവൻകുട്ടി അമ്മാവൻ അറിഞ്ഞൂടെ? കേശവൻകുട്ടി ആ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അത് തന്നെ. അമ്മാവൻ എന്തോ ആവശ്യത്തിന് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. കുറച്ചു കഴിയുമ്പോ ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് കേട്ട പാടെ മോഹനട്ട മുഖം ഇങ്ങനെ ആയതാ. അമ്മാവന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊന്നും കണ്ടൂടല്ലോ. ഇവിടെ വരുമ്പോ മോഹനട്ടൻ എന്തേലും ഒക്കെ പറഞ്ഞ് കളിയാക്കും. അതിന്റെ ദേഷ്യ.
എന്റെ അമ്മാവനായോണ്ട് ഒന്നും പറയാനും പറ്റില്ല. അറിയാം. എന്നാ ശരി ഉത്തമ. ഓക്കേ, ശരി. അയ്യോ അയ്യോ. ആഹാ, ആ, ആ, സാർ ഇവിടെ നിൽക്കായിരുന്നു. സാറിന്റെ ശത്രു രാവിലെ വരുന്നെന്ന് വക്കീല് പറയുന്നതായിട്ട്. ഉണ്ട് ഏ ഉത്തമ. ആ. എന്റെ ജീവിതത്തിൽ ഇത്രത്തോളം അഹങ്കാരിയ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഉം. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പുച്ഛമാണ്. അത് ഈ പഞ്ചായത്ത് മെമ്പർമാർക്ക് MLA മാർക്കും ഒക്കെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് സാറേ. അവരെയൊക്കെ ജനം തെരഞ്ഞെടുക്കുന്നതാണല്ലോ. സാറൊക്കെ പരീക്ഷ പാസ്സായി ജോലി കിട്ടിയ ആൾക്കാരല്ലേ, അതിന്റെ ചെറിയൊരു ചുരുക്കുണ്ട് സാറേ. കഴിഞ്ഞ തവണ വന്നപ്പോ കേശവൻകുട്ടിയമ്മാവൻ പറയുക, ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം ജനങ്ങളെ ഉപദ്രവിക്കാനും കൈക്കൂലി വാങ്ങാനും വേണ്ടി നടക്കുന്നവരാണെന്ന്. ഉം. ഞാൻ പറഞ്ഞു, കെ മോഹനകൃഷ്ണൻ ഇതുവരെ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല. വാങ്ങിയിട്ടില്ല ആ. എന്ന്. അപ്പൊ അമ്മാവൻ പറയാ, പക്ഷെ നാട്ടുകാർക്ക് എന്നെ ഒരു ബഹുമാനമില്ലല്ലോ മോഹനകൃഷ്ണ എന്ന്. എന്നെ നാട്ടുകാർക്കൊക്കെ വളരെയധികം ബഹുമാനമുണ്ട് എന്നുള്ള സത്യം ഒന്നുകൂടെ തെളിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ്? ശിശുപാലൻ കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസിൽ വെച്ചൊരു കാര്യം പറഞ്ഞായിരുന്നു. ഉം. ഭാര്യയുടെ ഏട്ടന്റെ മുന്നിൽ ആളാകാൻ വേണ്ടി കാണിച്ച ഒരു പരിപാടി. ഉം. കേട്ടിട്ട് അത് കൊള്ളാം. അതുപോലെ എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ചാൽ കേശവൻകുട്ടിയമ്മാവന്റെ മുന്നിൽ എനിക്കും ആളാകാം. അത് എങ്ങനെയാണ് സാറേ? എനിക്ക് മനസ്സിലായില്ല. ശിശുപാലന്റെ അളിയൻ വന്ന പാടെ ഉം. ഓ, അത് നല്ല ബുദ്ധിയാണ് സാറേ. ആണല്ലോ. ഉം, ഉം. പക്ഷേ വക്കീലിന്റെ അമ്മാമ പഴക്കടയിൽ കേറുമോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടല്ലോ. പറക്കട വേണ്ട. പഞ്ചായത്ത് ഓഫീസിനടുത്ത് ബസ് ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ചു വരാനാണ് അമ്മാവന്റെ പരിപാടി. ഉത്തമന് പരിചയമുള്ള ഓട്ടോക്കാരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നമുക്കൊരു കളി കളിക്കാം. എങ്ങനെ? അത് ഞാൻ പറഞ്ഞുതരാം. ഉത്തമന് നല്ല പരിചയമുള്ള ഓട്ടോക്കാർ ആരാ ഉള്ളത്? അതാദ്യം പറയും. അതിപ്പോ ബഷീറിനെ വിളിക്കാം. അവനാകുമ്പോ നന്നായിട്ട് അഭിനയിക്കാനും അറിയാം. ഞാൻ ഒരു കാര്യം പറഞ്ഞ അതിന്റെ അപ്പുറം ബഷീർ പോവുകയില്ല. സാറ് ഐഡിയ പറ. ഉത്തമ, ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നേരാ. പക്ഷേ ഇത് നാടകമല്ലല്ലോ, ശരിക്കുള്ള ജീവിതമല്ലേ. എന്റെ ബഷീറെ, സത്യം പറഞ്ഞ നാടകത്തിൽ അഭിനയിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ജീവിതത്തിൽ അഭിനയിക്കാൻ. എടേ, ഞാൻ പറയും പോലെ കേട്ടാ മതി. അതായത് പഞ്ചായത്ത് ഓഫീസിന്റെ അപ്പുറത്താണല്ലോ ബസ് നിർത്തുന്നത്. അവിടെ നിന്ന് നാരായണൻകുട്ടി ചേട്ടന്റെ ചായക്കടയിലേക്ക് എത്താൻ എന്തായാലും കേശവൻകുട്ടി അമ്മാവൻ നടന്നു തന്നെ വരണം. അതിനു മുമ്പ് എന്തായാലും ഓട്ടോറിക്ഷ കിട്ടൂലല്ലോ, ശരിയല്ലേ? അതെ, ഓട്ടോ സ്റ്റാൻഡ് വരെ നടക്കേണ്ടി വരും. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കേശവൻകുട്ടി അമ്മാവൻ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് നടക്കുന്നതിന്റെ ഇടയിൽ ഓട്ടോറിക്ഷ ഇട്ട് നീ കാത്തിരിക്കണം. നിന്റെ അടുത്ത് വരുമ്പോ സ്വാഭാവികമായിട്ടും കേശവൻകുട്ടി അമ്മാവൻ ഓട്ടം പോവോടെ എന്ന് ചോദിക്കും. അപ്പോ നീ വലിയ താല്പര്യം കാണിക്കരുത്. അങ്ങേര് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോ തീരെ ഇഷ്ടമില്ലാത്ത പോലെ വാ എവിടെ പോവാൻ എന്ന് ചോദിക്കണം. അപ്പോ കേശവൻകുട്ടി അമ്മാവൻ മോഹനകൃഷ്ണ സാറിന്റെ പേര് പറയും. ആ പേര് കേൾക്കുമ്പോ തന്നെ നിന്റെ ഭാവം അങ്ങ് മാറണം. ഒയ്യോ, കെ മോഹനകൃഷ്ണ സാറിന്റെ വീട്ടിലേക്കാണോ എന്ന് അന്തം വിട്ടൊരു ചോദ്യം. എന്റെ ചേട്ടാ, മോഹനകൃഷ്ണ സാറിന്റെ വീട്ടിലേക്കാണ് ഓട്ടമെങ്കിൽ നേരത്തെ പറയണ്ടായിരുന്നോ? കേറിക്കോ കേറിക്കോ എന്ന് പറയണം. മനസ്സിലായോ? കേശവൻകുട്ടി അമ്മ വണ്ടിയിലോട്ട് അങ്ങ് കയറും. ഇവിടെ നിന്ന് സാറിന്റെ വീട്ടിലേക്ക് 3.5 കിലോമീറ്റർ ദൂരം ഉണ്ടല്ലോ. അത്രയും ദൂരം വണ്ടി ഓടിക്കുന്നതിനിടയിൽ നീ മോഹനകൃഷ്ണ സാറിനെ അങ്ങ് പുകഴ്ത്തി 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 ഒരു വഴിക്ക് അങ്ങ് എത്തിക്കണം. ചില വീടുകളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? ശ്രീ അയ്യപ്പൻ ഈ വീടിന്റെ അനുഗ്രഹം, യേശു ഈ വീടിന്റെ നാഥൻ എന്നൊക്കെ. അതുപോലെ കെ മോഹനകൃഷ്ണ സാർ കാന്തള്ളൂരിന്റെ ഭാഗ്യം, വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണ സാർ ഈ നാടിന്റെ പുണ്യം എന്നൊക്കെ അങ്ങ് വച്ച് കാഴ്ച കൊടുക്കണം. ഈ മോഹനകൃഷ്ണ സാറിന്റെ വീട്ടിലേക്ക് വണ്ടി എത്തുമ്പോഴേക്കും മോഹനകൃഷ്ണ സാർ ഈ വില്ലേജ് ഓഫീസറാണോ, സാക്ഷാൽ ദൈവത്തിന്റെ അവതാരമാണോ എന്നൊക്കെ കേശവൻകുട്ടി അമ്മാവന് സംശയം തോന്നണം. പിന്നെ വീട്ടിലെത്തുമ്പോ പൈസയുടെ കാര്യം ആ കേശവൻകുട്ടി അമ്മാവൻ ചോദിക്കും. ഒരു കാരണവശാലും പൈസ വാങ്ങേ ചെയ്യരുത്. പൈസ വാങ്ങാതിരുന്ന അങ്ങനെയാ? എടേ, അങ്ങനല്ലെന്ന്. പൈസ അവിടെ വെച്ച് വാങ്ങരുതെന്ന്. നിനക്ക് തരാനുള്ള പൈസ മോഹനകൃഷ്ണ സാറ് വൈകിട്ട് നിന്റെ കൈ കൊണ്ടുവന്ന് തരും. പിടികിട്ടിയാ? അപ്പൊ ഓക്കെ ഓക്കെ. ഹലോ, അതെ. ശേഖരൻകുട്ടി ചേട്ടാ, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു.
സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലേ? ഇല്ലേ? അല്ല, ഇന്നലെ തരുന്നാണല്ലോ മോഹനേട്ടൻ പറഞ്ഞത്. ആണോ? ഞാനത് ചോദിച്ചിട്ട് തിരിച്ചു വിളിക്കാമേ. മോഹനേട്ടാ, ആ, ഇതാണോ കുറച്ചു മുന്നേ വലിയ വർത്താനം പറഞ്ഞത്? ശേഖരൻകുട്ടി ചേട്ടന്റെ വരുമാന സർട്ടിഫിക്കറ്റ് മോഹനേട്ടൻ കൊടുത്തില്ലല്ലേ? കൊടുത്തില്ലേ? ഞാൻ ഇന്നലെ ഒപ്പിട്ട് കൊടുത്താണല്ലോ. ആ, ശേഖരൻകുട്ടി അന്വേഷിച്ചാണല്ലേ? ആ, ഇനി അത് പറഞ്ഞാ മതി. അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമയത്ത് ചെയ്തു കൊടുക്കില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു. ഇതുകൊണ്ടാണ് കേശവൻകുട്ടി അമ്മാവൻ പറയുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്. ഇതാണല്ലോ കയ്യിലിരിപ്പ്. കേശവൻകുട്ടി അമ്മാവൻ ഇന്ന് എന്നെ പറ്റി എന്താ പറയാൻ പോകുന്നതെന്ന് നീ കേട്ടോ. ഛേ, മണി 8:45 ബസ് ഇതുവരെ വന്നില്ല. ഉത്തമന്റെ വാക്ക് കേട്ടത് മെനക്കേടാവുമല്ലോ. ഛേ, ഇത് തന്നെയാണ്. ഉത്തമൻ പറഞ്ഞ അനുസരിച്ചുള്ള എല്ലാ ലക്ഷണവും ഉണ്ട്. ഈ ഓട്ടം പോവോ? എന്താ കണ്ടിട്ട് ഓടുന്നു തോന്നണല്ലേ? അല്ല, ഓടുന്ന ഓട്ടോ ആണെങ്കിൽ ഓട്ടോ സ്റ്റാൻഡിലുണ്ടേ, ഇവിടെ ഇട്ടോണ്ട് ചോദിച്ചതാ. വഴിയെ കാണുന്ന എല്ലാ വണ്ടിക്കാരോടും ഇങ്ങനെ ചോദിക്കോ? താൻ ഓട്ടം പോവോന്ന് പറയടോ. എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും ആവട്ടെ, താൻ ഓട്ടം പോവോന്ന് പറ. എന്ന് ചോദിച്ചാ ചേട്ടനിപ്പോ ദുബായിക്ക് പോണോന്ന് പറഞ്ഞാ ഞാൻ പോവില്ല. ഈ പ്രദേശത്തല്ലാണ് പോണ്ടത്. വില്ലേജ് ഓഫീസർ മോഹനേഷിന്റെ വീട് അറിയൂ താൻ? ആരുടെ? വില്ലേജ് ഓഫീസർ കെ മോഹനേഷിന്റെ. മോഹനകൃഷ്ണൻ സാറിന്റെ വീട്ടിലേക്കാണ് പോണ്ടത്? ആ, അതെ. ചേട്ടാ, ഇത് നേരത്തെ പറയണ്ടേ? ഞാൻ ആളറിയാണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയി. ചേട്ടൻ വണ്ടി കയറ്, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുപോയി വിടാം. അല്ല, അവിടെ വരെ പോവാൻ എത്ര രൂപയാവും? എന്റെ ചേട്ടാ, പൈസയാണ് വലിയ കാര്യം. ചേട്ടൻ വണ്ടിയിലോട്ട് കയറ്, എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അല്ല, ഞാൻ പറയട്ടെ. ഇനി ഒന്നും പറയണ്ട, ചേട്ടൻ വണ്ടിയിലോട്ട് കയറിയട്ടെ. മോഹനകൃഷ്ണൻ സാർ നമ്മളൊക്കെ ദൈവമാ. ചേട്ടൻ കയറിക്കേ. കേറ് കേറ് ചേട്ടാ, വാ കേറ്. കേറ് ചേട്ടാ, അങ്ങോട്ട് കേറ്. ഇരിക്കെ. വീടെത്തിച്ചിരിക്കുന്നു. മോഹനകൃഷ്ണൻ സാറേ. ബഷീർ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? അതെന്ത് ചോദ്യം അമ്മാവാ? ഇത്രയും നേരം വണ്ടി ഇരുന്ന് പറഞ്ഞെന്ന് അമ്മാവന് മനസ്സിലായില്ലേ? ഇവിടുത്തെ മോഹനകൃഷ്ണൻ സാറ് എന്റെ കൺകണ്ട ദൈവമാണ്. ശരി ശരി, എത്ര രൂപയായി? 80 രൂപയായി. പക്ഷെ അത് വേണ്ട. വേണ്ടേ? അതെന്താ? എന്റെ കേശവൻകുട്ടി അമ്മാവാ, മോഹനകൃഷ്ണൻ സാറിന്റെ അമ്മാവനെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഞാൻ കാശ് വാങ്ങാനോ? എന്റെ അച്ഛനെയോ അമ്മയെയോ അമ്മാവനെയോ എവിടെയെങ്കിലും കൊണ്ടുപോയി വിട്ടിട്ട് ഞാൻ കാശ് വാങ്ങും പോലെ അല്ലേ അത്? പൈസ വേണ്ട അമ്മാവാ. അത് പറഞ്ഞാ പറ്റില്ല. ഓട്ടോ ഓടിയതല്ലേ, പൈസ വാങ്ങിയേ പറ്റും. അമ്മാവൻ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാലും ഞാൻ കാശ് വാങ്ങൂല. ഞാൻ മോഹനകൃഷ്ണൻ സാറിന്റെ അമ്മാവനെ ഇവിടെ കൊണ്ട് വന്നിട്ട് കാശ് വാങ്ങിയെന്ന് പറഞ്ഞാ ബാക്കിയുള്ള ഓട്ടോക്കാർ എന്നെ കൊല്ലും. എന്ന് പറഞ്ഞ എങ്ങനെയാ? ഇത് വാങ്ങ്. അയ്യോ, കേശവൻകുട്ടി അമ്മാവൻ, അമ്മാവൻ പറഞ്ഞതിലും നേരത്തെ എത്തിയല്ലോ. എന്റെ സാറേ, അമ്മാവനെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടേന് എനിക്ക് പൈസ തരണമെന്ന്. ഞാനത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മാവൻ സമ്മതിക്കണില്ല. സാറ് എന്നെ അമ്മാവനെ പറഞ്ഞ് മനസ്സിലാക്ക്. അപ്പോ ഞാൻ പറ്റേ? ശരി അമ്മാവ. ശരി. അല്ല മോഹനകൃഷ്ണ, എന്താ ഇവിടെ വരെ ഓട്ടോയിൽ വന്നിട്ട് പൈസ കൊടുക്കാതിരുന്ന അങ്ങനെയാ? എന്ത് ചെയ്യാനാ അമ്മാവ, ഈ നാട്ടുകാർക്ക് എന്താണെന്നറിയില്ല, എന്നോടുള്ള സ്നേഹം ഇങ്ങനെയൊക്കെയാണ്. അമ്മാവനറിയാമല്ലോ, ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് പോകുമ്പോഴും താലൂക്ക് ഓഫീസിലേക്ക് പോകുമ്പോഴും നടന്ന് മാത്രമാണ് പോകാറുള്ളത്. എന്തുകൊണ്ടാണ് നടന്നു പോകുന്നത്? നിന്റെ പിശുക്കൊണ്ടാണെന്നാ നാട്ടുകാർ പറയുന്നത്. തെറ്റ്. ഞാൻ ഓട്ടോറിക്ഷ പിടിച്ചാൽ അവർ കാശ് വാങ്ങില്ല. വെറുതെ അവർക്കൊരു നഷ്ടമുണ്ടാകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഓട്ടോറിക്ഷ പിടിക്കാത്തത്. എന്റെ ഈശ്വര,
ഇതൊന്നും എനിക്കറിയില്ല. അയ്യോ. എന്തായാലും സത്യഭാമേ, ഇവനെ കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല കരുതിയത്. ഇവൻ ഞാൻ കരുതിയതിനേക്കാളൊക്കെ വലിയവനാ. നാട്ടുകാരുടെ ഒക്കെ കണ്ണിലുണ്ടിയല്ലേ ഇവൻ. ആ നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്തോ ഒരു കുഴപ്പം. എന്താ അത് മോനേട്ടാ? എന്ത് കുഴപ്പം? അല്ലെങ്കിലും നാട്ടുകാരനെ പറ്റി നല്ല പറയാൻ നിനക്ക് ഇഷ്ടമല്ലല്ലോ. എന്തായാലും എന്റെ വില എന്താണെന്ന് കേശവൻ കുട്ടിയമ്മ മനസ്സിലായല്ലോ. ആമേ ചെല്ല്, വിളിക്കുന്നു. ശിശുപാലന്റെ ബുദ്ധി എന്നെ രക്ഷിച്ചു. ഇതിനൊരു പ്രത്യേക നന്ദി പറയണം. ശിശുപാലൻ ചേട്ടൻ അത് എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല. ഇന്നലെ വൈകുന്നേരം ഞാനത് ശിശുപാലൻ ചേട്ടന്റെ കൈ തന്നതാ. അതൊക്കെ ശരിയാ പ്രൊഫസറെ. ഇപ്പൊ സംഗതി കാണാനില്ലല്ലോ. എവിടെ പോയോ? ഇനിയിപ്പൊ ഇന്നലെ വീട്ടിൽ പോയപ്പോ ശിശുപാലൻ ചേട്ടൻ അത് കൊണ്ടുപോയി കാണും. വീട്ടിലോട്ടൊന്ന് വിളിച്ചു നോക്കിയേ. ഞാൻ എന്തിനാ കാഞ്ചന സാറ് ശേഖരൻകുട്ടിയുടെ വരുമാന സർട്ടിഫിക്കറ്റ് വീട്ടിൽ കൊണ്ടുപോകുന്നേ? ഇല്ലെങ്കിൽ 2 കൈ വീശി പോകുന്ന എന്റെ എങ്ങനെയെങ്കിലും സംഭവം കണ്ടുപിടിച്ചില്ലെങ്കിൽ പോലീസ് സാറിന്റെ വായിരിക്കണ മുഴുവൻ കേൾക്കേണ്ടി. സാർ ഒപ്പിട്ട കടലാസ് കാണാതെ പോയിന്നറിഞ്ഞ മനസമാധാനത്തോടെ ഇവിടെ കഴിയാന്ന് നിങ്ങൾ ആരും വിചാരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ നമ്മൾ എല്ലാരും വഴക്കേക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഞാൻ സർട്ടിഫിക്കറ്റ് പ്രഭയുടെ കൈ തന്നു. അതോടെ എന്റെ ഉത്തരവാദിത്തം തീർന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കും ഇല്ല ഉത്തരവാദിത്വം. ഞാൻ ആ സർട്ടിഫിക്കറ്റ് സീല് വെച്ച് ശിശുപാലൻ ചേട്ടന്റെ കൈ തന്നു. പിന്നെ അത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ പോയത് ശിശുപാലൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് തന്നെയാ. അതെ. അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കൈ ഒഴിഞ്ഞാൽ എങ്ങനാ? ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോ എല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കണ്ടേ? കാഞ്ചന സാറിനും പ്രൊഫസറിനും ഒരു ആവശ്യം വരുമ്പോ അന്ന് ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുമല്ലോ. എന്താണ് പ്രശ്നം? ഒന്നുമില്ല സാർ, ഞങ്ങൾ വെറുതെ ഓരോന്നിങ്ങനെ നോക്കുകയായിരുന്നു. അല്ലേ? വെറുതെ നോക്കുക? വെറുതെ എന്തെങ്കിലും നോക്കാനല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. സത്യം ഞാൻ പറയാം സാർ. ഇന്നലെ ശേഖരൻകുട്ടിയുടെ വരുമാന സർട്ടിഫിക്കറ്റ് സാറിന്റെ ഒപ്പിട്ട് വാങ്ങിയത് ഞാനല്ലേ. ഞാനത് കൃത്യമായിട്ട് സ്വയംപ്രഭയുടെ കയ്യിൽ കൊടുത്തിട്ടുമുണ്ട്. പിന്നെ ആ സർട്ടിഫിക്കറ്റിന് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ പാടെ അതില് സീല് വെച്ച് ശിശുപാലൻ ചേട്ടന്റെ കൈ കൊടുത്തു. അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ സാർ. സർട്ടിഫിക്കറ്റ് ഇപ്പൊ എവിടെയുണ്ട്? അല്ല സാർ, ഞാനത് ഇവിടെ വച്ചതാ. ഇപ്പോ നോക്കുമ്പോ കാണുന്നില്ല. അതെവിടെ പോയി? മാഞ്ഞു പോയോ? ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും. ഞാൻ നോക്കിയെടുക്കാം സാർ. ശിശുപാലൻ വരൂ. ഈശ്വര, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്തായാലും നിങ്ങൾ രണ്ടാളും ആള് കൊള്ളാലോ. എനിക്കൊരാവശ്യം വന്നപ്പോ ഒരു ദയയും ഇല്ലാതെ എന്നെ തള്ളി പറഞ്ഞു. നോക്കിക്കോ, എന്നെങ്കിലും എനിക്കും കിട്ടും ഒരു അവസരം. ചുമ്മാതല്ല, നമ്മുടെ നാട്ടിൽ തൊഴിലാളി വർഗ സർവാധിപത്യം ഇല്ലാത്തത്. കൂടെ നിൽക്കുന്നവനെ പാര വയ്ക്കുന്ന തൊഴിലാളി എങ്ങനെ രക്ഷപ്പെടാനാ? എന്റെ മുടിച്ചിടങ്ങോട്ട് ഭഗവതി കാത്തോളണേ. ശിശുപാലൻ ചേട്ടന്റെ ശ്രദ്ധക്കുറവിന് നമ്മൾ ചീത്തയ്ക്കേണ്ട കാര്യമുണ്ടോ? അല്ലേ പ്രഭേ? പിന്നല്ലാതെ. സാർ, ഒരബദ്ധം പറ്റിപ്പോയി. ഞാനത് എങ്ങനെയെങ്കിലും നോക്കിയെടുത്തോളാം. സാർ വഴക്കൊന്നും പറയരുത്. ഇന്ന് ഞാൻ ശിശുപാലൻ അവിടൊക്കെ പറയില്ല. കാരണം ശിശുപാലൻ കാരണം എനിക്ക് വലിയ ഉപകാരമുണ്ടായ ഒരു ദിവസമാണ് ഇന്ന്. എന്ത് സാർ? ശിശുപാലൻ പോലും അറിയാതെ ശിശുപാലൻ എന്നെ സഹായിച്ചു. എന്റെ വലിയൊരു പ്രശ്നമാണ് ശിശുപാലൻ പരിഹരിച്ചു തന്നത്. സഹായിക്കുന്നവരെ എന്നും ഓർക്കുന്ന ഒരാളാണ് കെ മോഹനകൃഷ്ണൻ സാർ എന്നുള്ളത് കൊണ്ട് തന്നെ ശിശുപാലനോട് എന്നും ഞാൻ നന്ദിയുള്ളവനായിരിക്കും.
പോയ സർട്ടിഫിക്കറ്റ് കണ്ടുപിടിക്കാൻ നോക്കിക്കോളൂ. അഥവാ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എങ്കിൽ തന്നെ കെ മോഹനകൃഷ്ണൻ സാർ മറ്റൊരു സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് തരും. സാറ് കാര്യമായിട്ടാണോ? അതെ, ഭാര്യയുടെ മുന്നിൽ അന്തസ്സോടെ തലയുയർത്തി പിടിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ഭർത്താവിന്റെ ഏറ്റവും വലിയ അഭിമാനം. ഇന്ന് കെ മോഹനകൃഷ്ണൻ സാറിന് അതിന് കഴിഞ്ഞു. ആര് കാരണം? ശിശുപാലൻ കാരണം. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല സാർ. തൽക്കാലം എത്രയും മനസ്സിലാക്കിയാൽ മതി. പോയിക്കോളൂ. ഓ ശരി സാർ. 80 രൂപ പോയാലെന്താ? 1000 രൂപയുടെ അഭിമാനം ഉണ്ടായില്ലേ? എന്തു പറഞ്ഞു ശിശുപാലൻ ചേട്ടാ? ശിശുപാലൻ ചേട്ടന്റെ മുഖം കണ്ടാൽ അറിയാലോ, നല്ല അസലായിട്ട് വഴക്ക് കേട്ടിട്ടുണ്ടെന്ന്. എന്തൊക്കെ പറഞ്ഞ ഓഫീസർ? ഇതിപ്പം ശിശുപാലൻ ചേട്ടൻ ഞങ്ങളോട് മുഖം വീർപ്പിക്കുന്നത് എന്തിനാ? ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ പ്രഫേ? നിങ്ങൾ എന്താ കരുതിയേ? സാർ എന്നെ പിടിച്ച് വിഴുങ്ങിക്കളയോന്നോ? എന്റെ കാഞ്ചന സാറേ, നിങ്ങൾ രണ്ടുപേരും എന്നെ തള്ളി പറഞ്ഞെങ്കിലും ദൈവം എന്റെ കൂടെ കൂടി. സാർ എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല. സാർ എന്നെ വഴക്ക് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ വേറെ ഒരെണ്ണം ഒപ്പിട്ട് തരാന്ന് വരെ സമ്മതിച്ചു. ഞാൻ വിശ്വസിക്കില്ല. വേണ്ട, വിശ്വസിക്കണ്ട. വേറൊരു സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടോണ്ട് വരുമ്പോ വിശ്വസിക്കുമല്ലോ. ഏതായാലും ഇതെനിക്കൊരു നല്ല അനുഭവമായി. ഒരു പ്രശ്നം വരുമ്പോ അവനവന്റെ തടി മാത്രം നോക്കുക എന്നുള്ളത് ഞാൻ പഠിച്ചു. അതെന്താ പ്രഫേ മോഹനേഷ് സാർ അങ്ങനെ പറഞ്ഞത്? സാറിന് ഇത് എന്തു പറ്റി? ഹലോ, ബഷീറാണ്. സുന്ദരേശ, അഞ്ജലിയല്ലേ പറഞ്ഞത്? ഞാൻ കൃത്യമായിട്ടെത്തും. നീ പേടിക്കണ്ടെന്നേ. ബഷീർ ഒരു സമയം പറഞ്ഞതാ. ഞാനിവിടെ അടുത്തുണ്ട്. എനിക്ക് നമ്മുടെ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ സാറിനെ ഒന്ന് കാണണം. ഏയ്, ഓഫീസ് കാര്യമൊന്നുമല്ല, വേറൊരു കാര്യ. സാറിനെ കണ്ടിട്ട് ഞാൻ കൃത്യം 5:30 എത്താം. പോരെ? സാർ കൃത്യസമയത്ത് എത്തിയല്ലോ. നമസ്കാരം സാർ, ഞാൻ സാറിനെ കാത്തു നിൽക്കുമായിരുന്നു. ഞാൻ ബഷീറിനെയും ഒന്ന് കാണാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. ഇന്നത്തെ ബഷീറിന്റെ അഭിനയം വളരെ നന്നായിരുന്നു. സത്യത്തിൽ ബഷീർ ഇത്ര ഭംഗിയായി അഭിനയിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, ഉത്തമം പറഞ്ഞു സാറേ. പറഞ്ഞിരുന്നോണ്ട് മാത്രം കാര്യമില്ലല്ലോ, അതുപോലെ അഭിനയിക്കണ്ടേ? അതിന് ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം. എന്തായാലും ബഷീറിന്റെ അഭിനയം എനിക്ക് വളരെയധികം ബോധ്യപ്പെട്ടു. തരാനുള്ള 80 രൂപയ്ക്ക് പകരം ഞാൻ 85 രൂപയാണ് ബഷീറിന് തരാൻ മാറ്റിവെച്ചിരിക്കുന്നത്. 80 രൂപ അല്ലോ സാറേ, അതിലും കൂടുതലായി. 80 രൂപ എന്നല്ലേ രാവിലെ പറഞ്ഞു? അത് രാവിലെ പറഞ്ഞത്. ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്ന് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടന്ന് ചായയും കുടിച്ചിരിക്കുമ്പോഴാ സാറിന്റെ അമ്മാവൻ വീണ്ടും വന്നത്. എന്നെ കണ്ടപാടെ 1-2 സ്ഥലത്ത് പോകാനുണ്ട്, വണ്ടി എടുക്കുന്നു പറഞ്ഞു. പുള്ളി വലിയ രാഷ്ട്രീയക്കാരനല്ലേ? നമ്മുടെ നാട്ടിലെ വലിയ വലിയ നേതാക്കളുടെ വീട്ടിലൊക്കെ പോയി. ഉച്ച കഴിഞ്ഞ് 2:30 ആയപ്പോഴാണ് എന്നെ വിട്ടത്. എല്ലാം കൂടി 2250 രൂപയായി സാറേ. 2250 രൂപയോ? അതെ സാറേ, കൃത്യം കിലോമീറ്റർ നോക്കിയുള്ള കാച്ചാ ഞാൻ പറഞ്ഞത്. ഒരു കള്ളത്തിലുമില്ല സാറേ. അതൊന്നും എനിക്കറിയണ്ട. കേശവൻകുട്ടി അമ്മാവനെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാൻ വേണ്ടി മാത്രമേ ഞാൻ ബഷീറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞുള്ള ഓട്ടത്തിന് ഞാൻ കാശ് തരില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ സാറേ? സാറിന്റെ അമ്മാവന്റെ കയ്യിൽ നിന്ന് ഞാൻ കാശ് വാങ്ങില്ല എന്ന് പറഞ്ഞു പോയില്ലേ? പിന്നെ എങ്ങനെ വാങ്ങും? നടക്കില്ല ബഷീറെ. അമ്മാവനെയും കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ ചുറ്റിക്കിറങ്ങി നടന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ കാശ് തരില്ല. അതെന്ത് പ്രശ്നമുണ്ട് സാറേ? സാറ് പറഞ്ഞോണ്ടല്ലേ ഞാൻ ഈ നാടകമൊക്കെ കളിച്ചത്. എനിക്ക് എന്റെ കാശ് കിട്ടണം, അല്ലെങ്കിൽ സംഗതി പ്രശ്നമാവേ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല, ഞാൻ കാശ് തരില്ല. 2250 രൂപ എന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യമൊന്നുമല്ല. അല്ല, അതുകൊണ്ട് സാറ് കാശ് തന്നേ പറ്റൂ. ഇല്ലെങ്കിലും നടന്നത് എന്താണെന്ന് ഞാൻ നാട്ടുകാരോട് എല്ലാം പറയും.
സാറിന്റെ അമ്മാവന്റെ മൊബൈൽ നമ്പറും എന്റെ കയ്യിലുണ്ട്. അമ്മാവനോട് ഞാൻ പറയും. അതെവിടെ ന്യായ? വണ്ടി ഓടിയ കാശ് വാങ്ങുന്നത് എന്ത് ന്യായക്കേടാ സാറേ? സാറ് കൂടുതൽ വർത്തമാനം പറയാതെ കാശെടുക്ക്, എനിക്ക് പോണം. പക്ഷെ ബഷീറെ അനിയ പറഞ്ഞിരിക്കാൻ സമയമില്ല സാറേ, എനിക്ക് 5:30 വേറെ ഓട്ടോ ഉള്ളതാ. സാർ കാശ് തരുന്നോ ഇല്ലയോ? അനിയ കാശ് തരാൻ പറ്റില്ലല്ലേ? പറ്റില്ല. ആണോ? അപ്പൊ കാശ് തരാം, പക്ഷെ ഇപ്പൊ എന്റെ കയ്യിൽ പൈസ ഇല്ല. നാളെ തന്നാ മതിയോ? തരണം, ഇല്ലെങ്കിൽ ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് വരും. മറക്കണ്ട. ഇല്ല, ഇനി കേരളത്തിലല്ല തമിഴ്നാട്ടിലൂടെ പോയിരുന്നു. ഇല്ല, ഞാൻ നാളെ തരാം. തരണം. ആ ആ. എനിക്ക് എന്തായാലും അതൊക്കെ ഇഷ്ടപ്പെട്ടു. കേശവും കുട്ടി അമ്മാവന്റെ മുന്നിൽ ആളവർ ഏതൊരു ഓട്ടോറിക്ഷക്കാരനെ കൊണ്ട് വേഷം കെട്ടിച്ചതായിരുന്നല്ലേ. അപ്പൊ പിന്നെ ഇങ്ങനെ തന്നെ വേണം. നീ അത്ര വലിയ വിശേഷം ഒന്നും പറയണ്ട. ഒരു ചെറിയ സൗകര്യം കിട്ടിയപ്പോ നിന്റെ കേശവൻകുട്ടി അമ്മാവൻ അതങ്ങ് മുതലാക്കിയല്ലോ. ഈ നാട്ടിൽ വേറെ 100 കണക്കിന് ഓട്ടോറിക്ഷ ഉണ്ട്. അതൊന്നും പിടിക്കാതെ കൃത്യമായി ബഷീറിന്റെ ഓട്ടോറിക്ഷ തന്നെ തെരഞ്ഞു പിടിച്ചത് എന്തിനാ? കാശ് കൊടുക്കണ്ടെന്ന് കരുതിട്ട് തന്നെയല്ലേ? അതങ്ങനെ തന്നെയായിരിക്കും. അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ആരാ? മോഹനകൃഷ്ണൻ സാറ് തന്നെ അല്ലേ? അല്ലെങ്കിൽ തന്നെ ഇമാതിരി തറവേല ബുദ്ധിയുള്ള ആരെങ്കിലും കാണിക്കും മോനട്ടാ. അല്ല, ഈ അടവ് ആര് പറഞ്ഞു തന്നതാ? ശിശുപാലൻ. ശിശുപാലൻ ചേട്ടനോ? ശിശുപാലൻ എനിക്ക് പറഞ്ഞതല്ല, കാഞ്ചനയ്ക്കും സ്വയംപ്രഭയ്ക്കും പറഞ്ഞു കൊടുത്തപ്പോ ഞാൻ മാറി നിന്ന് കേട്ടതാ. ഓ, നിന്റെ അമ്മാവൻ എന്നെ ഒരു വിലയില്ലല്ലോ. ആഹാ. അപ്പൊ പിന്നെ ഒരു നല്ല വില ഉണ്ടാക്കാൻ ആരായാലും ഇങ്ങനെയൊക്കെ ചെയ്തു പോകും. ആരായാലും ചെയ്യൂല, മോഹനയുടെ മാത്രമേ ഇങ്ങനെ ചെയ്യൂ. അതും ശരിയാ. സാരമില്ല, 2250 രൂപ പോയാലെന്താ? കേശവൻകുട്ടി അമ്മാവന്റെ മുന്നിൽ മോഹനയുടെ ഒരു ഭയങ്കര സംഭവമായി തീർന്നില്ലേ? 2250 രൂപ മുടക്കിട്ട് ഒരു വലിയ സംഭവം ഒന്നും ആകേണ്ടിയിരുന്നില്ല. ഇത് ഭയങ്കര ചതിയായിപ്പോയി. ഇതെന്റെ മോഹനയുടെ ഒരു അതിബുദ്ധി കൊണ്ട് സംഭവിച്ചതല്ലേ? സാരമില്ല. എന്തായാലും ഇനി ഈ ജന്മത്ത് കേശവൻകുട്ടി അമ്മാവൻ മോഹനയുടെ കളിയാക്കില്ല. അതൊരു വലിയ നേട്ടമല്ലേ? ഇനി അമ്മാവൻ വരുമ്പോ നീ നേരത്തെ ഒന്ന് പറയണേ. എന്തിനാ? ബഷീറിനോട് നാട് വിട്ടുവാൻ പറയാനാ. ഇല്ലെങ്കിൽ അമ്മാവൻ ആ ഓട്ടോറിക്ഷ പിടിച്ച് നേരെ ഡൽഹിക്ക് പോയിക്കളെ. അല്ല, രാജകാരനല്ലേ, എപ്പോഴാ ഒരു അത്യാവശ്യം വരുന്നത് ആർക്കറിയാം? തന്റെ അന്തം വിട്ട ജനപ്രീതി ഭാര്യ വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച് കാശ് കളഞ്ഞ ഈ പാവത്തോട് സഹതാപമല്ലാതെ മറ്റെന്താണ് നമുക്ക് തോന്നുക? വക്കീല് പറഞ്ഞതുപോലെ പണം പോയെങ്കിലും സൽപ്പേരുണ്ടല്ലോ എന്ന് ആശ്വസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.